ഒരു ടീച്ചറുടെ അപ്പോയിന്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫസറുടെ അപ്പോയിന്റ്മെന്റിൽ ആ കുട്ടികളുടെ ആ വരുന്ന കാൻഡിഡേറ്റിന്റെ കഴിവ് മാത്രമാണ്, അതിന്റെ എബിലിറ്റി മാത്രമാണ് MES പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇവിടെ മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ ഇതര സമൂഹങ്ങൾക്ക് എത്രയോ അവസരം നൽകും. അപ്പൊ ഇതാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യം. എല്ലാ മതങ്ങളും പരസ്പരം കൊടുത്തും വാങ്ങിയും പരസ്പര സഹകരണത്തിന്റെ തേരിലേറി സഞ്ചരിച്ചതാണ് നമ്മുടെ നവോത്ഥാനം. ശ്രീനാരായണ ഗുരുദേവൻ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, ഇത് ഭ്രാന്താലയമാണെന്ന്. ജാതിയും മതവും തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ അവരെല്ലാം പരസ്പരം യോജിപ്പിച്ചു നിർത്തിയ സാംസ്കാരിക നവോത്ഥാനങ്ങൾ ഉണ്ടായി. പക്ഷെ ഇന്ന് ഇന്ത്യയിലുടനീളമുണ്ട് ഈ പ്രശ്നം. എല്ലാത്തിനെയും വർഗീയതയുടെ കണ്ണുകൊണ്ട് നോക്കുന്ന, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന